ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. വിഷു ഇങ്ങെത്താറായി. ഇന്ന് വിഷു സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ്. നേരത്തെ പാൽപ്പായസവും പാലടയും പിങ്ക് നിറത്തിലുള്ള പാൽപ്പായസവും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ പായസമാണ്. ഇന്ന് നമുക്ക് കൽക്കണ്ട പായസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പായസമാണ്. കൽക്കണ്ടം ചേർക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസം തന്നെയാണെന്ന് പറയാം. അധികം ചേരുവകളും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കുക കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഈ അളവ് വെച്ചിട്ട് നമുക്ക് 4 പേർക്കുള്ള പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. പായസ അരി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ അരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബാസ്മതി അരി എടുക്കാം, അല്ലെങ്കിൽ പച്ചരി എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് പാല് ചൂടാക്കി എടുക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളച്ച് വരണം. തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക, അടിയിൽ പിടിക്കാതെ നോക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കൽക്കണ്ട പായസമാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കൽക്കണ്ടാണ്. ഞാനിപ്പോൾ 3/4 കപ്പ് കൽക്കണ്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയും ചേർക്കുമ്പോൾ തന്നെ പായസത്തിന് നല്ല മധുരം ആയിരിക്കും. അപ്പോൾ അധികം മധുരം വേണ്ടാന്നുള്ളവർക്ക് 1/2 കപ്പ് കൽക്കണ്ടം ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഈ പായസത്തിൽ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല, പാൽപ്പായസം പോലെ തന്നെയാണ്. അപ്പോൾ മധുരം ഒന്ന് കുറച്ച് കൂടി നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/4 കപ്പ് കഴുകിയ അരി ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി അരി നന്നായിട്ട് വെന്ത് വരണം. അരി വെന്ത് വരുമ്പോഴേക്ക് നമ്മൾ ഒഴിച്ച വെള്ളവും വറ്റി വരും കേട്ടോ. അരി 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെന്താൽ മതി. ഈ സമയത്ത് നമുക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 3-4 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം പോലെ പാൽപ്പായസം ഇരിക്കരുത്, കുറച്ചൊന്ന് കുറുകി വേണം ഇരിക്കാൻ. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുറുകിയും വന്നിട്ടുണ്ട്. ഇതാണ്ടോ, ചോറ് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. പായസം കുറച്ചൊന്ന് കുറുകി ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ്, പക്ഷേ നന്നായിട്ട് കുറുകി പോകാനും പാടില്ല. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പിങ്ക് നിറത്തിലുള്ള പാൽപ്പായസത്തിൻ്റെയും സാധാ പാൽപ്പായസത്തിൻ്റെയും പാലടയുടെയൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.